പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എനിക്കതിനെപ്പറ്റി എന്താണ് ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു ഗ്രൂപ്പിനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നത് തന്നെ. എന്താണ് അതിൻ്റെ സംഭവങ്ങളൊന്നും അറിയില്ല. അതാണ് സത്യം. ഉണ്ടായിരുന്ന സിനിമയിലെ ഒരുപാട് തെറ്റുകൾ പലർക്കും പല കാലത്തും പറ്റി. ആ തെറ്റുകളൊക്കെ അന്നേ തിരുത്തി പോകണ്ടായിരുന്നു. ഈ പ്രാചീന സമ്പ്രദായമുള്ള വിലക്ക് കാര്യങ്ങൾ അതൊക്കെ വരാൻ തുടങ്ങിയപ്പോഴാണ് പ്രശ്നങ്ങൾ രൂക്ഷമായത്. അപ്പോഴാണ് ഓപ്പോസിറ്റ് കക്ഷികളും എല്ലാവരും സ്ട്രോങ് ആയത്. അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ടോട്ടൽ സിനിമയ്ക്കൊരു നാണക്കേടുണ്ടായി അല്ലേ? അത് കാരണം ഇതുകൊണ്ട് ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട്. കാര്യം ഇന്നലെ തന്നെ രാത്രിയിൽ പാതിരാത്രിയോളം കിടന്ന് ലൈറ്റ് ബോയ്സ് ഇവരെല്ലാം കിടന്ന് കഷ്ടപ്പെടുകയാണ്. അവരെല്ലാവരും വയറ്റിത്തടിക്കുന്നതോടെയാണ് ഈ പ്രശ്നം. അവരുടെ കൂടെ കഷ്ടപ്പാടുകൾ നമ്മളെല്ലാം മാനിക്കണം. സിനിമയുടെ പ്രശ്നങ്ങളെല്ലാം എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞ് തീർത്ത് ഒരു കുടക്കീഴിൽ രണ്ടാമത് എല്ലാ പ്രശ്നങ്ങളും തീർത്ത് മുന്നോട്ട് പോകണം. അങ്ങനെ ആവും. അതിനുള്ള ഒരു പുതിയ ഭരണസമിതി ഉടനെ തന്നെ വരുമോ? എന്ന് പുതിയ ഭരണസമിതി ഉടനെ തന്നെ വരും. തീർച്ചയായിട്ടും വരും. എല്ലാവരും ഒന്നിച്ച് ഒരു ഭരണസമിതിക്ക് വരും. പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് തീർത്ത് അങ്ങനെ വന്നേ പറ്റുള്ളൂ. മലയാള സിനിമ കൂടുതൽ ശക്തിയോടുകൂടി വരണമെന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും. കാരണം നമ്മുടെ എല്ലാം ജീവിതമല്ലേ അല്ലേ? ഇപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ പോലെ തന്നെ ചാനലുകാരും ജീവിക്കുന്ന സിനിമ കൊണ്ടാണ്. കുറ്റം പറയുന്ന ചാനലുകാരും ജീവിക്കുന്ന സിനിമ കൊണ്ടാണ്. ഇപ്പം നിങ്ങളെല്ലാവരും ജീവിക്കുന്നത് സിനിമയാണ് അല്ലേ? ആ സിനിമ നശിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പെടുന്നയാവില്ലേ? അതുകൊണ്ട് ജീവിക്കുന്ന ഒത്തിരി പേര് പെടുന്നയാവില്ലേ? അതുകൊണ്ട് നിങ്ങളും ഈ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കാൻ നോക്കാതെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം. സ്ത്രീ വരണം, സ്ത്രീക്ക് സപ്പോർട്ടായിട്ട് പുരുഷൻ നിൽക്കണം, എല്ലാം നല്ലത് വരണം. അല്ലാതെ ഇത് അമ്മ എന്ന് പറയുന്നത് എല്ലാവരുടെയും കൂടെ ഒരാളുടെ പേഴ്സണൽ സാധനം അല്ല അമ്മ എന്ന് പറയുന്നത്. സംഘടനയല്ല. എല്ലാവർക്കും അതിന് വരാനുള്ള അവകാശമുണ്ട്, അർഹതയുണ്ട്. വരണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. വരട്ടെ. നല്ല കാര്യം. നമ്മൾ കണ്ടുവരുന്നത് യുവാക്കൾ ഈ മുൻപന്തിയിലോട്ട് വരുന്നില്ല. അതിനെപ്പറ്റി എന്തെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ട്? ഇപ്പോൾ ചാക്കോച്ചനെയും പൃഥ്വിരാജിനെയൊന്നും മുൻനിരയിൽ കാണാൻ പറ്റുന്നില്ല. ഈ അമ്മ മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അത് നിസ്സാര കാര്യമല്ല. അതൊക്കെ ബാബുച്ചേട്ടനൊക്കെ എന്ത് കുറ്റം പറഞ്ഞാൽ അദ്ദേഹത്തെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇത്ര നാൾ കൊണ്ടുപോയത്. മനസ്സിലായില്ലേ? ഇപ്പോൾ എനിക്ക് സുഖമില്ലാതെ കിടന്നപ്പോൾ തന്നെ എൻ്റെ കാര്യങ്ങളും എല്ലാം എന്താ പറയുക, അതിന് ഇൻഷുറൻസ് തുകയായാലും അതെല്ലാം തരാനായിട്ട് ഈ ബാബുച്ചേട്ടൻ ഉൾപ്പെടെ എല്ലാവരും മുന്നിട്ടിറങ്ങി. അതുപോലെ ഒത്തിരി പേർക്ക് കൈനീട്ടം കൊടുക്കുന്നുണ്ട്. അത് ഈ പ്രോഗ്രാം, അതായത് വലിയ വലിയ പ്രോഗ്രാമിന് കോർഡിനേറ്റ് ചെയ്ത് അതിൽ നിന്നുള്ള ഫണ്ടാണ് ഇതിൻ്റെ വരുമാനം എന്ന് പറഞ്ഞത്. എന്നൊക്കെ ബാബുച്ചേട്ടനൊക്കെ ഒരുപാട് കഷ്ടപ്പെടുത്തുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, ചെറിയ വാക്ക് തർക്കങ്ങളും ആശയക്കുഴപ്പങ്ങളും അതെല്ലാം ക്ലിയർ ചെയ്ത് അന്നേ പോയിരുന്നെങ്കിൽ ഈ സംഭവം ഉണ്ടാവില്ല. മനസ്സിലായില്ല? അവിടെ അത് കേൾക്കാത്ത കൊണ്ടാണ്, അത് ചിലപ്പോൾ അത് നിസ്സാരവൽക്കരിച്ചുകൊണ്ടാണ് അതുകൊണ്ടാണ് ഈ പവർ ഗ്രൂപ്പ് എന്നൊക്കെ ഒരു വേടൊക്കെ ഇവിടെ വന്നത് തന്നെ. ഇനി അത് ക്ലിയർ ചെയ്തൊക്കെ പോകും. കാരണം എന്തെങ്കിലും അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി തന്നെ മുന്നോട്ട് പോകണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം, അപേക്ഷ. ഇത് ഒരുപാട് പേരുടെ ചോറല്ലേ? മതിയല്ലോ. സന്തോഷമായില്ലേ? ഞാൻ പോകട്ടെ.